ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടാണ് കേട്ടോ. അതിന് വേണ്ടി തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട്, പൊട്ടുകടല വെച്ചിട്ടുണ്ട്, പിന്നെ ശർക്കര, അരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അരി വറുത്തെടുക്കാം. പാന് നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് മാത്രം അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതലായിട്ട് അരി ഇട്ട് കൊടുക്കരുത്, അപ്പോൾ പൊരിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അരി നന്നായി പൊട്ടി പൊരിഞ്ഞ് വരണം കേട്ടോ. അരിയൊക്കെ നന്നായി പൊട്ടി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കേട്ടോ. ഇനി ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് വേണ്ടി ശർക്കര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല ലൂസാവാതെ നല്ല കുറച്ച് തിക്നെസ്സിലുള്ള ശർക്കര പാനിയാണ് നമുക്ക് ആവശ്യം. അപ്പം ശർക്കര പാനിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പൊട്ടുകടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പൊടിയാവാത്ത രീതിക്ക് നമ്മൾ ചെറിയൊരു കഷ്ണത്തോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അരി പൊടിച്ചെടുക്കാം. അത് കുറച്ചായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അരിയും നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഏലക്കേൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും കൂടി ചേർക്കാം. അത് പൊടിച്ചെടുത്തതിലേക്ക് ഇനി നമ്മൾ ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചിരവി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വറുത്ത് പൊടിച്ച അരിയും കപ്പലണ്ടി, തേങ്ങ, ഉപ്പ്, ഏലക്കായ് ചേർത്ത് അരി പൊടിച്ചതുകൊണ്ട് ഏലക്കായിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടുള്ള ശർക്കരപ്പാനി ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ബോൾസായിട്ട് ഉണ്ടാക്കി വെക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ എടുക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ ചെറുതാക്കാം, വലിയ ബോൾസ് ആണെങ്കിൽ വലിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അരിയുണ്ട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലുള്ളത്. അപ്പം ഇന്ന് അഭിപ്രായം പറയാൻ സനുവും ഇക്കൊന്നുമല്ല, എൻ്റെ ആങ്ങളാണ് കേട്ടോ. നമുക്ക് ആങ്ങൾക്ക് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. അവൻ്റെ അഭിപ്രായം എന്താണെന്നും കൂടി അറിയാം. അപ്പോൾ നമുക്ക് ആങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അവന് കഴിച്ചിട്ട് എന്താ പറയാമെന്ന് നോക്കാം. നല്ല അടിപൊളി അരിയുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും കാക്ക കഴിക്കുന്നുണ്ട്. കാക്ക സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്.
അവനത് കഴിച്ച് അതിനെ വിമർശിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി മറിക്കുകയാണ്. ഉണ്ടൻ്റെ അന്ന് വോയിസ് ഞാൻ വിടാന്നതാണ് മൂപ്പര് പറയണതൊന്നും. ആ പറഞ്ഞിട്ട് 2-3 ഉണ്ടൊക്കെ അവിടെ ഇരുന്ന് തിന്നിട്ടുണ്ട് കേട്ടാള്. എന്തായാലും ഓനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മുഖം കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം. ഏതായാലും ഇനി നമുക്ക് മക്കളോട് ചോദിച്ചു നോക്കാം. നമ്മളെ കുട്ടി പട്ടാളൻസ് ഉണ്ട് ഇവിടെ. ഇതൊരാളാണ്, കാക്കാൻ്റെ മോളാണ്. ഇതൊരു കാക്കാൻ്റെ മോളാണ്. അതെല്ലാം ഇവരൊക്കെ നല്ല അഭിപ്രായം കേട്ടോ, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് ഒരു ചെറിയ പരാതി, കുറച്ച് മധുരം കൂടിയെന്നാണ്. മധുരം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടുള്ള പരാതിയാണ്. ഇതിൻ്റെ ഏട്ടത്തിൻ്റെ മോനാട്ടോ. അടിപൊളി. എന്നോട് ആരാ ഇനി എന്നും ഇവിടെ തന്നെ ഉണ്ടാക്കിക്കോ പറഞ്ഞ ആളാണ്. നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങോട്ട് പോരും, ഇവിടുന്ന് ഉണ്ടാക്കിക്കോ എന്നാണ് അവൻ്റെ അഭിപ്രായം. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയുണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.